وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين فائزين برضا الله ما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ വേദിയിൽ പുരുഷനായ മിത്തബേൽ കേന്ദ്ര ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് നിസാമി ഉസ്താദ് അവറുകൾ, ഇന്നത്തെ ഈ മഹത്തായ സംരംഭത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വന്ന എൻ്റെ ആത്മീയ സുഹൃത്ത് കൗസരി ഉസ്താദ് അവറുകൾ, വേദിയിലുള്ള കേന്ദ്ര ജുമാ മസ്ജിദ് പ്രസിഡന്റ് സാഗർ മുഹമ്മദ് ഹാജി അവറുകൾ, അതുപോലെ ഖിദ്മത്തുൽ ഇസ്ലാം പള്ളിയ ഇതിൻ്റെ പ്രസിഡന്റ് സിദ്ദീഖ ജി, അതേപോലെ ഷാഹുള്ള, അതേപോലെ SKS പണ്ട്വാള വാലായതിൻ്റെ എൻ്റെ ആത്മീയ സുഹൃത്ത് കാര്യദർശി അനീഫ് ഉസ്താദ്, മിത്തബേൽ മദ്രസ സദർ ഉസ്താദിൻ്റെ ആത്മീയ ശരീക്കുമായ ഇബ്രാഹിം ദാരിമി ഉസ്താദ് അവറുകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ പള്ളിയുടെ ഖത്തീബ് ഉസ്താദ് അനീഫ് ഉസ്താദ് അവറുകൾ, അതേപോലെ ഹാലിവടപ്പ് മദ്രസയുടെ ഉസ്താദ് ആബിദ് ദാരിമി, വേദിയിലുള്ള ഹനീഫ് നന്ദർഭട്ട്, അതേപോലെ റിയാസ് SK, ആത്മീയ സുഹൃത്ത് ഇർഫാൻ സിസി പോലെയുള്ള നേതാക്കൾ, അതിലുപരി നല്ലൊരു ഉപദേശം നൽകി SKSF സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ ഫണ്ടിനെ സംബന്ധിച്ച് നിങ്ങളോട് വിശദീകരിച്ച എൻ്റെ ആത്മീയ സുഹൃത്ത് കേന്ദ്ര ജുമാ മസ്ജിദ് മിത്തബേൽ ഇതിൻ്റെ പ്രധാന കാര്യദർശി അക്ബർ അലി സാഹിബ്, എൻ്റെ മുന്നിലിരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നാം ഒരുമിച്ച് കൂടിയതൊരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതലായി പറയാനുള്ള സമയവും സന്ദർഭമല്ല. നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന പ്രഗത്ഭവാഗ്മി കൗസരി ഉസ്താദ് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പർലിയ യൂണിറ്റ് SKS കൊല്ലന്തോറും നടത്തി വരാറുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ പിതാവ് മിത്തബേൽ ഉസ്താദിന്റെ അനുസ്മരണങ്ങൾ, സമസ്തയിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ അനുസ്മരണങ്ങൾ നടത്തി വരാറുണ്ട്. അൽഹംദുലില്ലാഹ്, വേറെ എവിടെയും നടത്താത്ത, ഉസ്താദിനെ ഏറെ സ്നേഹിക്കുന്ന, ഏറെ ആദരിക്കുന്ന നാട്ടുകാരാണ് പർലിയ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെല്ലാം ഒരുമിച്ച് കൂടി അവസാനം വരുന്നത് പർലിയത്തിലേക്കാണല്ലോ. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്നത്, എൻ്റെ കാക്കയും അന്ത്യവിശ്രമം കൊള്ളുന്നത് പർലിയയിലാണ്. ഒരിക്കലെങ്കിലും വന്നു പോകാനുള്ള ഒരു നാടാണ് പർലിയ. അൽഹംദുലില്ലാഹ്, പർലിയ SKSF സംഘടിപ്പിച്ച ഈ മഹത്തായ സംരംഭം അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇവിടെ ഇരുന്നത് പോലെ എൻ്റെ സുഖലോക സ്വർഗത്തിലും ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സമസ്ത എന്നത് എന്താണെന്ന് നല്ല പോലെ മനസ്സിലാകുന്ന വിധത്തിൽ വരച്ച് കാണിച്ചു തന്നു ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്ര ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് അവർ. ഇനി അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ഒരാവശ്യം തോന്നുന്നില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ പൂർവികരാകുന്ന ഉസ്താദന്മാരെ നമുക്ക് നൽകിയ ഒരു ഹക്കായ ദീനാണ് സമസ്ത. നമ്മുടെ ഉസ്താദിനെ സ്നേഹിക്കുന്നവര് ആ സമസ്തയെ സ്നേഹിച്ചേ പറ്റും. ആ സമസ്തയെ ആദരിച്ചിട്ടേ പറ്റും. ബഹുമാനപ്പെട്ട ശൈഖുനാ പിതാ മിത്തബേൽ ഉസ്താദിന്റെ അഭിമാനികളാണെങ്കിൽ, സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ സമസ്തയെ സ്നേഹിച്ചാൽ മാത്രമാണ് ആ സ്നേഹം യാഥാർത്ഥ്യമാകും. ഉസ്താദിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നാം രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ ഉസ്താദ് കാണിച്ചു തന്ന സത്യമാർഗം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവരും ഒരുങ്ങണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ.
സുദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ നമ്മുടെ സെക്രട്ടറി അക്ബർ സാഹിബ് പറഞ്ഞ പോലെ നിങ്ങളോട്ട് ഉണർത്താനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആധികാരിക പരമോന്നത പണ്ഡിത സഭ, അത് ഹക്കായ ദീനാണ് നമ്മെ നാമാക്കി മാറ്റിയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളും മുറുകെ പിടിച്ച് ഇതുപോലെ സെറ്റപ്പോടുകൂടെ ജീവിക്കാൻ വഴികാട്ടി തന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഈ നാട്ടിൽ ഉടലെടുത്ത് നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിന് ആദർശത്തിന് കോട്ടം വരാതെ നല്ല നിലക്ക് സുസജ്ജിതമായി കൊണ്ടുപോകാൻ തുടങ്ങി 100ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ 100ാം വർഷം നമ്മുടെ മുന്നിൽ അള്ളാഹു ആ 100ാം വർഷം കൺകൊണ്ട് കൺകുളിർമ കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനിയൊരു 100 വർഷം കാണാൻ നാം ആരും ഉണ്ടാകില്ല, ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് അത് വലിയൊരു അന്താരാഷ്ട്രീയമായ ഒരു സമ്മേളനമാണ്. അതിന് പ്രചരണം ആരംഭിച്ച് തന്നെ അർദ്ധകൊല്ലമായി, 6 മാസം പിന്നിട്ട് പ്രചരണം നടന്നുകൊണ്ടുണ്ട്. നാടിന്റെ നാനാഭാഗങ്ങളിൽ, ഇന്ത്യയിൽ മാത്രം ഇന്ത്യയുടെ പുറത്തും അതിന്റെ പ്രചരണം വളരെ തകൃതിയോടുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലേക്കും പ്രചരണ ജാഥ വന്നതാണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ 100ാം വാർഷികത്തിന് വേണ്ടി നാടിലുള്ള എല്ലാ ആൾക്കാരെയും വിളിക്കാൻ വേണ്ടി നമ്മുടെ സയ്യിദുൽ ഉലമ, എൻ്റെ ഉസ്താദും കൂടിയാകുന്ന ഈ ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത അമര ചക്രവർത്തി, അവസാനത്തെ വാക്ക് സയ്യിദുൽ ഉലമ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എത്ര സമയമാണെങ്കിലും ഉറക്കമില്ലാതെ എല്ലാ ദിവസവും നാടിന്റെ നാനാഭാഗങ്ങളിൽ ഇതിന്റെ പ്രചരണത്തിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ഈ സമസ്തക്ക് നേതൃത്വം കൊടുത്ത് നമുക്കേവർക്കും ഉസ്താദിന്റെ ഖാദിമീങ്ങളായി നടക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഇതേ മാസം 18-ാം തീയതിക്ക് ആരംഭിച്ച് 28-ാം തീയതി അവസാനിപ്പിക്കുന്ന കന്യാകുമാരിയിൽ നിന്ന് അടിയാർ കണ്ണൂർ വരെയുള്ള നീണ്ട 10 ദിവസത്തിന്റെ സന്ദേശയാത്ര നടത്തുന്നുണ്ട്. ആ സന്ദേശയാത്ര വന്നെത്തുന്നത് ഞങ്ങളെ മുട്ടത്തറായ അടിയാർ കണ്ണൂരിലേക്ക്. ആ അടിയാർ കണ്ണൂരിലേക്ക് സമാപിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടണം. അതിനുവേണ്ടി അവിടെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി തന്നെ വലിയൊരു ഫണ്ടിന്റെ വലിയ പൈസ ఖర్చుണ്ട്, ചില്ലറന്നല്ല. ഇപ്പൊ ഞങ്ങൾ ഹയ്യ ഫണ്ടിലേക്ക് 46 കോടി കൂട്ടിയത് അവിടെ സമ്മേളനാക്കോ വേണ്ടിയിട്ടല്ല. അത്ര പൈസ ഒരാളിപ്പോ ബെർദിക്ക് ഈ സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള ഖർച്ചാക്കിയിട്ട് സമ്മേളനാക്കൊണ്ടുണ്ടാണ്. സമ്മേളനത്തല്ല ചങ്ങായിമാരത്, ഇനി 100 വർഷത്തേക്കുള്ള പദ്ധതി സമസ്ത ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബണ്ട് 100 വർഷത്തേക്കുള്ള. അതുകൊണ്ട് ഞാൻ സുദീർഘമായി കൊണ്ടുപോകാൻ ആ അടിയാർ കണ്ണൂരിലേക്ക് എത്തുന്ന സയ്യിദുൽ ഉലമ, ഞങ്ങളെ ഈ മഹല്ലത്തിന്റെ കാളി, ആ കാളി വരുമ്പോൾ ഞങ്ങൾക്കൊരു ഉപഹാരം കൊടുക്കണം, നമുക്കൊരു നല്ല ഒരു സംഖ്യ ഉണ്ടാക്കി കൊടുക്കണം. ಖರ್ಚು ಜಾಸ್ತಿ ഉണ്ട്. അങ്ങ 500 ആള് പണ്ടാറ് വന്നോ ഞങ്ങളുടെ കന്യാകുമാരി പിടിച്ച് കൂടെ പറയുമ്പോൾ 500 പേരുണ്ടാകും. ഞാനും ബമ്രാൻ ഉസ്താദ്, കാസിം ഉസ്താദ് ഇന്നലെ ഒരു വലിയൊരു ആളടുത്ത് പോയി. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ വിഷയം അറിയുന്നത്, എത്ര ആള് വരുന്നത്. ഈ 500 ആൾക്കാർക്ക് ഒരു ദിവസം ഇരിക്കാനുള്ള ലോഡ്ജ് വേണം, റൂം വേണം, ഭക്ഷണം വേണം, രാത്രി ഉറങ്ങാനും കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. 500 ആൾക്ക് എത്ര പൈസ വേണം? അവരെ അങ്ങനെ അവർക്ക് എല്ലാം വേണ്ട സൗകര്യങ്ങളെല്ലാം നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള ആൾക്കാരാക്കി കൊടുക്കണം. അതുകൊണ്ട് വലിയ ഉസ്താദന്മാരോട് എന്നോട് പറഞ്ഞ വാക്ക്, ഇർഷാദെ നിന്റെ വാപ്പ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് പേടിയില്ലായിരുന്നു, ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോകാമായിരുന്നു. ഇപ്പൊ വാപ്പ ഇല്ലാത്ത കാരണം കൊണ്ട് നീ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെല്ലാം സഹായിക്കണം. ആ സഹായിക്കാൻ ഏറ്റെടുത്തുകൊണ്ടാണ് എൻ്റെ നാടാകുന്ന പർലിയക്കാരോട് ഞാൻ ഉണർത്തുന്നത്. ഇൻഷാ അല്ലാഹ്
സമസ്തയുടെ വൈസ് പ്രസിഡന്റ് അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് കേന്ദ്ര ജുമാ മസ്ജിദ് മിത്തബയിൽ. അതുകൊണ്ട് കൂടാതെ ഇന്ന് നമ്മെ നയിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ അവസാനത്തെ വാക്ക് സയ്യിദുൽ ഉലമ ആദ്യമായി കർണാടകയിലെ ഖാദി സ്ഥാനം ഏറ്റെടുത്ത ഒരു മഹല്ലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മിത്തബയിൽ എന്നുള്ള മഹല്ല്. അതുകൊണ്ട് ആ മിത്തബയിലെ മഹല്ല കൂട്ടുകാരോട് പള്ളിയിലുള്ള ഒരുമിച്ച് കൂടിയവരോട് ഞാൻ ഉപദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഫണ്ട് ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങളെ അടുത്ത് ഞാനും എൻ്റെ കൂട്ടുകാർ സമീപിക്കുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടെ സ്വീകരിച്ച് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ സഹകരിച്ചുകൊണ്ട് ഒരിക്കലും എൻ്റെ വാപ്പ മിത്തബയിൽ ഉസ്താദ് ബിനേട്ട ഔത്ത് ബിനേട്ട ഞങ്ങളുടെ സ്വന്തത്ത് ബിനേട്ട കേട്ട ആളല്ല. അതുകൊണ്ട് മക്കൾ ഒരിക്കലും ഞങ്ങളുടെ സ്വന്തത്ത് ബിനേട്ട ഞങ്ങളുടെ ആവശ്യത്ത് ബിനേട്ട ഒരിക്കലും നിങ്ങളോട് പൈസ പിരിക്കാൻ വന്നിട്ടില്ല, പിരിക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലപോലെ സമസ്തയെ സ്നേഹിച്ച് അതിനുവേണ്ടി നല്ല ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അവരെ കണക്കാക്കിയത് 10 ലക്ഷമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും നല്ല മനസ്സ് വെച്ചാൽ അതിനെക്കാട്ടും ജാസ്തി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. റബ്ബ് തആല തുണക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവർക്കുള്ള സഹായവും സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.